നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള മോർ മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. ഇവിടെ എല്ലാ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളും, അതായത് ആൻറ്റിക് വസ്തുക്കളൊക്കെ വിൽക്കപ്പെടും. ക്യാമറ വാങ്ങരുത്. 108 കട. അപ്പോൾ അണ്ണം പറഞ്ഞ അനുസരിച്ച് നമ്മൾ ക്യാമറ നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് വീഡിയോ. നമ്മളതിനുള്ളിൽ കയറി, പക്ഷേ അവർ നമ്മളെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. ഇവിടെ മിക്ക കടക്കാരും അവരുടെ സാധനങ്ങളൊന്നും വീഡിയോ എടുക്കാൻ അയക്കില്ല. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി നേരെ പുറത്തോട്ട് വന്നു. പിന്നെ അവിടെ വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് നമ്മളവിടെ നിന്നില്ല. വീണ്ടും കുറേ പിന്നെ ഈ പ്രിൻറ്റേഴ്സ്, പിന്നെ ടൈപ്പ് റൈറ്റർ, പഴയ ടെലിഫോൺ, ഇതൊക്കെ ഒരു 100 കൊല്ലം അല്ലെങ്കിൽ മിനിമം 50 കൊല്ലം പഴക്കമുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. പിന്നെ അതേപോലെ തന്നെ ഈ നാണയങ്ങൾ, പഴയ വാച്ചുകൾ, പിന്നെ ഈ ചെറിയ സ്റ്റാറ്റൂസ്, അതെല്ലാം വളരെ ഇതൊക്കെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് അതിൻ്റെ ഒരു നമ്മൾക്ക് ഒരു ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാൻ കഴിയുള്ളൂ. പിന്നെ ഞാൻ വീണ്ടും അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ കടകൾ വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിച്ച്. ക്യാമറാസൊക്കെ ഇവിടെ DSLR ക്യാമറ ഒന്നും അധികം കാണുന്നില്ല. SLR ക്യാമറയാണ്, അതും വളരെ പഴയ മോഡലുകളാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫർണിച്ചറിൽ നല്ല രസത്തിൽ ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്സൊക്കെ വളരെ മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്സാണ് അവിടെ ഉണ്ടായിരുന്നത്. നമുക്കിപ്പോൾ ഒരു പുതിയ വീട് ഡെക്കറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അവിടെ പോയിട്ട് പെയിൻറ്റിങ്സൊക്കെ മേടിക്കാം. പിന്നെ അതേപോലെ പറയേണ്ടത് ബുക്സുകളാണ്. അനേകം കളക്ഷൻസുള്ള ബുക്സുകളെല്ലാം എനിക്കവിടെ കാണാൻ പറ്റി. ഈ സാധനങ്ങളൊക്കെ വളരെ ചീപ്പ് റേറ്റിലാണ് ഇവരിവിടെ വാങ്ങി വിൽക്കുന്നത്. ഇത് ഒരു ഇടനിലക്കാര. ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്, തീഫ് മാർക്കറ്റ് എന്നുള്ള പേരും കൂടി ഉണ്ട്. ഈ കട കാണുന്നത് ഒരു ക്യാമറ കളക്ഷൻസിൻ്റെ, നിങ്ങളൊന്ന് നോക്കി കേട്ടോ, പഴയ കാലത്തുള്ള ക്യാമറകളാണ് ഇതെല്ലാം കാണുന്നത്. ഡിജിറ്റൽ ക്യാമറാസും, പിന്നെ അതേപോലെ ഇൻസ്റ്റൻറ്റ് ഫോട്ടോ ക്യാമറ, എല്ലാ വിധത്തിലുള്ള ക്യാമറ ഉള്ള ഒരു കടയുള്ളത്. ഇവിടെ ഈ കടയുടെ ഒരു പയ്യനാണ് ഇവിടെ കണ്ടത്. അവൻ പറഞ്ഞത് ഈ കട വളരെ ഫേമസാണ്, ഇൻസ്റ്റയിലൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു കടയെന്നൊക്കെ പറഞ്ഞ്. ഇത് നിങ്ങളെന്നെ നോക്കൂ. ഈ പണ്ട് ഈ ബ്രിട്ടീഷേഴ്സൊക്കെ ഇന്ത്യയിലുള്ള കാലത്തുണ്ടായിരുന്ന രീതിയിലുള്ള ക്യാമറാസൊക്കെയാണ്, അതായത് ഫിലിം ക്യാമറാസൊക്കെയാണ് കൂടുതലിവിടെ കാണുന്നത്. ഇത് പിന്നെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എല്ലാം വളരെ നീറ്റായിട്ടാണ് ഇതിൻ്റെ ഇവർ അടുക്കി വെച്ചിരിക്കുന്നതായാലും ശരി, ഓരോ ഡസ്റ്റ് കാര്യങ്ങളില്ലാതെ എല്ലാം വളരെ നീറ്റായി തുടച്ച് വൃത്തിയാക്കി ഇവർ വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ റോഡ് സൈഡിലോട്ട് ഇറങ്ങിയ സമയത്ത് ഇതേമാതിരി ഓരോ ടാർപ്പായും പിന്നെ ഒരു ബെഞ്ചൊക്കെ വെച്ചിട്ടാണ് ഇവർ ഇങ്ങനെ ഈ സാധനങ്ങൾ വിൽക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ബ്രാൻഡഡ് ഐറ്റംസൊക്കെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. സെക്കൻഡ് ഹാൻഡ് ഈ മൊബൈൽസ്, സെക്കൻഡ് ഹാൻഡ് കൂളിംഗ് ഗ്ലാസ്, പിന്നെ വാച്ചുകൾ. ചെറിയ ഡാമേജ് ഉണ്ടാവും ചിലതിൽ, അല്ലെങ്കിൽ നമുക്ക് നോക്കിയെടുക്കുമ്പോൾ നമുക്ക് നല്ല പീസും കിട്ടാൻ വഴിയുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ അതായത് ഹെൽമെറ്റ്, ബൈക്കിന് യൂസ് ചെയ്യുന്ന ആക്സസറീസ് കാര്യങ്ങൾ, നമ്മൾ വിലപേശാൻ അറിയണം. വിലപേശാൻ അറിഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മളെ പറ്റിക്കും. ഇവരെല്ലാത്തിനും 500-600 രൂപ റേറ്റൊക്കെ പറയും. നമ്മളെ ചവിട്ടി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 50-80 രൂപ എന്നല്ലെങ്കിൽ 200 രൂപ മാക്സിമം, അത്രയ്ക്കൊക്കെ നമുക്ക് കിട്ടും. ഈ കാണുന്നത് മറ്റേ CCTV ക്യാമറാസ്, പഴയ ടേപ്പ് റെക്കോർഡിലിടുന്ന കാസറ്റുകൾ, ടേപ്പ് റെക്കോർഡുകൾ. ഇത് വിൽക്കാതിരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ എല്ലാം സ്ത്രീകളാണ്. ഇവർ തന്നെയാണ് ഈ വർഷങ്ങളോളം ഈ തെരുവോരത്ത് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ.
ഇവർക്ക് കൊണ്ട് കൊടുക്കുന്നത് ഈ ലോക്കൽസ് ആൾക്കാർ തന്നെയായിരിക്കും സാധനങ്ങൾ കൊണ്ട് കൊടുക്കുന്നത്. ഇവർ അതൊരു റേറ്റിനെടുത്ത് വരുന്ന ആൾക്കാർക്ക് മറിച്ച് വിൽക്കലാണ് ചെയ്യാറുള്ളത്. ഇതാണ് ശരിക്കും നമ്മൾ സെൻട്രലിൽ നിന്ന് കയറി മറ്റേ മോർ മാർക്കറ്റിലേക്ക് കയറുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാണ്. പക്ഷേ ഈ ചില ആൾക്കാർ ഭയങ്കര റോങ് ആകാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ കണ്ടത് പ്രിൻ്ററുകളാട്ടോ, കുട്ടികൾ ഉപയോഗിക്കുന്ന ചെറിയ വണ്ടികൾ. ചില ആൾക്കാർ നമ്മളോട് ഭയങ്കര രീതിയിൽ റോങ് ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളെന്തെങ്കിലും സാധനങ്ങളൊക്കെ വില പറഞ്ഞ് മേടിക്കുന്ന സമയത്ത് നമുക്ക് വില ശരിയായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി, നമുക്കത് നമ്മൾ മൈൻഡ് ചേഞ്ച് ചെയ്ത് പോകാമെന്ന് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വിട്ടാക്കില്ല. അവർ നമ്മളോട് ചിലപ്പോൾ റോങ് ആകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ലോക്കൽ ഭാഷ കുറച്ച് അറിയുന്നത് കൂടി നല്ലതായിരിക്കും. പക്ഷേ ഇവിടെ ഈ ഒരു ക്ലൈമറ്റ് അല്ലെങ്കിൽ ആംബിയൻസ് വളരെ നല്ല രസം കേട്ടോ. ഇതൊക്കെ നോക്കി കണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു രസം തന്നെയാണ്. പഴയ ആൻറ്റിക്ക് വസ്തുക്കൾ കാണാൻ ഭയങ്കര രസം. ഇവർ കളർ പൂശി അങ്ങനെ ആക്കിയാണെന്ന് അറിയില്ല, പക്ഷേ എല്ലാം വളരെ നല്ല രസമായിട്ടാണ് അവർ അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വണ്ടറടിക്കുന്ന പോലത്തെ ഒരു സംഭവമാണ്. ഇതൊക്കെ കണ്ടോ, നമ്മൾ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന നിലവിളക്കുകൾ, പാത്രങ്ങൾ, പിന്നെ നാണയങ്ങൾ, മോതിരങ്ങൾ, പഴയ ബൈനോക്കുലറുകൾ, പഴയ ടെലിഫോണുകൾ എല്ലാം ഇവിടെ വാങ്ങാൻ കിട്ടും. നമുക്ക് ശരിക്കും കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു കൗതുകം തോന്നിപ്പോവും ഇതൊക്കെ കാണുന്ന സമയത്ത്. കണ്ടോ ബൈനോക്കുലറൊക്കെ അയാൾ പറയുന്നത് 1 കിലോമീറ്ററൊക്കെ റേഞ്ച് ഉണ്ടെന്നൊക്കെ പറയണ്. നല്ല ക്ലിയർ വ്യൂ. ഞാനൊന്ന് എടുത്ത് നോക്കി, എനിക്കൊരു 500 മീറ്റേഴ്സ് വരെയൊക്കെ നമുക്ക് വണ്ടിൻ്റെ നമ്പർ പ്ലേറ്റ് വരെ കറക്റ്റായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇത് കാണുന്ന പഴയ ഗ്രാമഫോണാണ് കേട്ടോ. പിന്നെ പഴയ 10 പൈസ, 5 പൈസ, പിന്നെ പഴയ ഒരുപാട് കൊല്ലങ്ങൾക്ക് മുന്നുള്ള പൈസയൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. മോതിരങ്ങൾ,